നമസ്കാരം. കൂൾ സൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാഗമണ്ണിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. വാഗമണ്ണിൽ ഞങ്ങൾ ആദ്യമായാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ ഞങ്ങൾക്ക് ആസ്വാദ്യകരമായി തോന്നി. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസിനുള്ള സ്കോപ്പ് ഇവിടെയുണ്ട്. എന്നാൽ ഒരു പൊടി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്കാണ് വാഗമൺ ഏറെ ഉതകുന്നത്. ഏലപ്പാറ മുതൽ തന്നെ റോഡിന് ഇരുവശവും തേയിലത്തോട്ടങ്ങളും ചെറിയ മരങ്ങളും ഓക്കുമരങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചെറിയ ഒരു തണുപ്പ് കൂടിയാവുമ്പോൾ നമുക്കത് വളരെ ആസ്വാദ്യകരമായി തോന്നും. ഞങ്ങൾ പോകുന്ന സമയത്ത് കോട ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ എന്ത് മനോഹരമാണ് ഈ കാഴ്ചകളെന്ന് നോക്കുക. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന വാഗമണ്ണിന്റെ ഒരു ചിത്രം. ഈ ഒരു തടാകവും അതിലുള്ള ഈ മരപ്പാലവും പല സിനിമകളിലും വന്നിട്ടുണ്ട്. ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിലൂടെയാണ് ഇതാദ്യം വന്നത്. ഇവിടെ നമ്മൾക്ക് കയറണമെങ്കിൽ 200 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബോട്ടിങ്ങും ഒപ്പം ഈ മരപ്പാലത്തിലൂടെ യാത്രയും പറ്റും. അതല്ല നിങ്ങളിപ്പോൾ മരപ്പാലത്തിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതിയാവും. 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ പാലത്തിലൂടെ നടന്ന് ആവശ്യാനുസരണം ഫോട്ടോയും എടുക്കാം. ഈ ഒരു ചെറിയ വീടും സിനിമകളിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ വീട്ടിലും നമുക്ക് കയറി അവിടെ ഇരുന്ന് ഫോട്ടോയും മറ്റും എടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ പോയത് മെഡോസ് എന്ന് പറയുന്ന വാഗമൺ മെഡോസിലേക്കാണ്. ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ടിക്കറ്റ് 25 രൂപയാണ് ഒരാൾക്ക്. നമ്മൾ ഉള്ളിൽ കയറിയ ശേഷം ഒരു 1/2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഇവിടെ വെജിറ്റേഷൻ ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നുകളാണ് നമ്മൾ കാണുന്നത്. ഈ മൊട്ടക്കുന്നുകൾ ട്രെക്കിങ്ങിലും മറ്റും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നടന്ന് കാണാവുന്നതാണ്. നമ്മളിവിടെ ദൂരെ കാണുന്നതാണ് തങ്ങൾപാറ. തങ്ങൾപാറയിലേക്കും നിങ്ങൾക്ക് ഡയറക്റ്റായി പോകാവുന്നതാണ്. എന്നാൽ ഞങ്ങൾ അവിടേക്ക് പോയില്ല. അല്ലാതെ തന്നെ ഇവിടെ നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ചൊക്കെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫോട്ടോ ഫ്രെയിം തുടങ്ങിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവ കൂടാതെ തന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് സിപ്പ് ലൈൻ, സ്കൈ സൈക്കിൾ മുതലായവയും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ചിലർ അത് ചെയ്യുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അവിടെ തന്നെ അതിന് തൊട്ട് താഴെയായി നല്ലൊരു തടാകവുമുണ്ട്. ആ തടാകത്തിലും ബോട്ടിംഗ് നടത്തുവാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പേര് പോലെ തന്നെ അവിടെ ഉള്ളത് പൈൻ മരങ്ങളാണ്. അതും പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നമുക്ക് നടന്നു വേണം പോകാൻ. പോകുന്ന റോഡിന്റെ 2 വശത്തും ധാരാളം ചെറിയ ചെറിയ കടകൾ, അതായത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്, തേയില തുടങ്ങിയവയൊക്കെ വിൽക്കുന്ന കടകളാണ്. അതൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് ചെന്ന് ഈ പൈൻ ഫോറസ്റ്റിനുള്ളിൽ പോയി കുറച്ചു നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ മരങ്ങൾ ഇങ്ങനെ കൂടി കൂടി നിൽക്കുന്നത് കൊണ്ട് ഫോട്ടോ എടുക്കാനും പറ്റും. നല്ല ഒരു സ്പോട്ട് കൂടിയാണ് ഇവിടെ. ഇതിനുശേഷം നമ്മൾ പോയത് വാഗമണിലെ ഏറ്റവും അട്രാക്റ്റീവായ സ്പോട്ടായ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്കിൽ കയറണമെങ്കിൽ നമ്മൾ 25 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെയുള്ള ഫ്ലവർ ഗാർഡനിൽ കയറണമെങ്കിൽ പ്രത്യേക ടിക്കറ്റ് എടുക്കണം. എന്ന് മാത്രമല്ല വാഹനം ഇവിടെ തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടി വരും. ഇവിടെയും ഒരു തടാകമുണ്ട്. ഇവിടെയും ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ 12D സിനിമ എന്നുള്ള ഇത് കണ്ടു. ഇതാണ്ട് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഓരോന്നിനും നമ്മൾ ഏതെല്ലാം ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കുന്നു അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതായുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ സ്കൈ സൈക്കിൾ കണ്ടു. ഒരു പയ്യൻ സ്കൈ സൈക്കിളിൽ ചവിട്ടി പോകുന്നത് കാണാം. ഇതിലൊക്കെ കയറുവാൻ കുട്ടികൾക്കും പിന്നെ അല്പം യുവാക്കൾക്കുമായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കാണ് ഈ അഡ്വഞ്ചർ പാർക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുന്നത്. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഈ അടുത്ത കാലത്താണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇതിൽ കയറണമെങ്കിൽ നമ്മൾ 250 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിയും കൂടി നോക്കിയിട്ട് വേണം കയറാൻ. കാരണം എന്തെങ്കിലും അസുഖങ്ങൾ, BP തുടങ്ങിയ ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് കഴിയുന്നതും ഇവിടെ കയറാതിരിക്കുകയായിരിക്കും നല്ലത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്നുള്ള കാഴ്ച മാത്രമേ ഇത് കണ്ടുള്ളൂ. പിന്നീട് അവിടെ പോകുന്നത് എന്തായാലും ഒരു അനുഭവം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ലൈഫിൽ ഒരു തവണ അതിൽ കയറി അതിൻ്റെ ആ ഒരു ഭീതിയോ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു അനുഭവം ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് പേരൊക്കെ ഇതിൽ കയറി നിൽപ്പുണ്ട്.
ഇത് വേറൊരു ഡോം, മാജിക് ഡോം എന്നൊരു സംഗതി ഇവിടെ കണ്ടു. ഇതിനുള്ളിൽ എന്താണെന്ന് കൃത്യമായി നമുക്കറിയില്ല. കുട്ടികളും മറ്റും ഇഷ്ടപ്പെടുന്ന സംഗതിയായിരിക്കാം. അതുകൊണ്ട് പലരും അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇതുപോലെ പലതരം അഡ്വഞ്ചേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഫ്രീ ഫോൾ എന്ന് പറയുന്ന ഈ ഫെസിലിറ്റിയാണ്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ള യുവാക്കൾക്ക് തീർച്ചയായും ഈ അഡ്വഞ്ചർ പാർക്ക് ഈ വളരെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഇതേപോലെ 1, 2 ടവറുകൾ ഇവിടെ ഉണ്ട്. ഈ വാച്ച് ടവറിൽ കയറി നമ്മൾ കാഴ്ചകൾ കാണാവുന്നതാണ്. കുട്ടികൾക്കായി ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ പെയിന്റ് ബോൾ, പിന്നെ ടോയ് ട്രെയിൻ, കാർ മുതലായ ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്ക് ഇവിടെയൊക്കെ ധാരാളം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. വിൻഡ് സർഫിങ്ങിനുള്ള ഫെസിലിറ്റിയും ഞങ്ങൾ ഇവിടെ കണ്ടു. ഇതൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായും അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ അഡ്വഞ്ചർ പാർക്ക്. അഡ്വഞ്ചർ പാർക്കിൽ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്വഞ്ചർ ചെയ്യുന്ന താല്പര്യമുള്ള ഒരു യൂത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ നല്ല ഒരു അര ദിവസമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാവുന്നതാണ്. അതേപോലെ ഇനി ധാരാളം സ്കോപ്പ് ഇനി അങ്ങോട്ട് വികസിപ്പിക്കാൻ ധാരാളം സ്കോപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഗവൺമെൻറ് നല്ല രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഈ വഴിയിലാണ് സൂയിസൈഡ് പോയിന്റ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റ്. ഇവിടെ ബാരിക്കേഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വീഡിയോയോ മറ്റോ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യുവാൻ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, കുന്നുകളുടെ കാഴ്ചയും വളരെ നല്ലതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഫ്ലവർ പാർക്കാണ്. ഈ ഫ്ലവർ പാർക്കിൻ്റെ പുറത്തു നിന്ന് തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഇത് മൈസൂറിലെയും മറ്റും വൃന്ദാവൻ ഗാർഡൻസ് പോലെ തന്നെ ഇവർ സെറ്റ് ചെയ്ത് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലെ കാഴ്ചകൾ തന്നെ വളരെ വളരെ അട്രാക്റ്റീവാണ്. ധാരാളം കാര്യങ്ങൾ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 മണിക്ക് ശേഷം ഈ പാർക്ക് ഏരിയയിൽ വരേണ്ടതാണ്. പാർക്ക് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒത്തിരി ഫോട്ടോ പോയിന്റുകളുണ്ട്. ഈ ലവ് ചിഹ്നത്തിനുള്ളിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇവിടെയൊക്കെ കറങ്ങി കണ്ട് ഒരു സന്ധ്യയുടെ ഒരു ഇതൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ഇവിടെ സമയം ചെലവഴിക്കാവുന്നതാണ്. ഇവിടെ ഒരു 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ, കുട്ടികളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. എന്നാൽ ഞങ്ങൾ പോയ സമയം ശരിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. ഇവിടെ തന്നെ രാത്രിയിൽ മ്യൂസിക് ഫൗണ്ടനും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കാണാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 4 മണിക്ക് ശേഷം വേണം ഈ ഒരു ഫ്ലവർ ഗാർഡനിലേക്ക് എത്താൻ. പിന്നെ ഇങ്ങനെ നമ്മുടെ വാഗമൺ കാഴ്ചകൾ വളരെ ഭംഗിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നും ധാരാളം ജീപ്പ് ട്രിപ്പുകളുണ്ട്. അതായത് ഉളുപ്പുണ്ണി മല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള പല ഓഫ് റോഡ് പരിപാടികളും ഉണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സ്കോപ്പും വാഗമണിലുണ്ട്. അപ്പോൾ വാഗമണിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതട്ടെ. Like, comment, and subscribe. Like, comment, and subscribe.